കാറ്റത്തെ കിളിക്കുള്ളിലെ പ്രമോറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ സുധീഷാണെങ്കിൽ ഒരുപാടൊക്കെ നമ്മളെ ഹരീഷിനെ നിർബന്ധിക്കും കേട്ടോ. നീ കല്യാണം കഴിക്ക്. എന്തായാലും നീതു ഇറങ്ങി വന്നതല്ലേ. അപ്പം അവളെ ഇനിയിപ്പോൾ എന്താ കല്യാണം കഴിക്കാതെ ഇവിടെ നിർത്താൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സുധീഷാണെങ്കിൽ ഒരുപാടൊക്കെ നിർബന്ധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മളെ ഹരീഷാണെങ്കിൽ അതിനൊന്നും അങ്ങോട്ട് സമ്മതിക്കുന്നില്ല. ഹരീഷ് പറയുന്നുണ്ട് എല്ലാ സുഭാഷ് ചേട്ടനും ഇനി ഒന്നാമതെ കല്യാണം ഒന്നും നടക്കുന്നില്ല. ഇനിയിപ്പോൾ ഞാനിങ്ങനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നാട്ടിലെല്ലാവരും പറയത്തില്ലേ സുഭാഷ് ചേട്ടന് കല്യാണം നടക്കുന്നില്ല എന്നൊക്കെ പറയത്തില്ലേ. എന്തിനാ നമ്മളെ അച്ഛൻ തന്നെ പറയുന്നത് കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും സുഭാഷ് ചേട്ടൻ കല്യാണം കഴിക്കാതെ ഞാൻ കല്യാണം കഴിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഹരീഷ് അങ്ങ് അകത്തോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ഹരീഷാണെങ്കിൽ ചെന്ന് സുഭാഷ് ചേട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ട്. സുഭാഷ് ചേട്ടാ ഞാനാണെങ്കിൽ നീതുവിനെയും കൂട്ടി ഒന്ന് പുറത്തോട്ടൊക്കെ പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ സുഭാഷ് ചേട്ടൻ പറയുന്നത് അതിനെന്താടാ നീ പുറത്ത് പോകുന്നതിന്, നീ നീതുവിനെയും കൊണ്ടുപോയി പുറത്തൊക്കെ പോയിട്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ഹരീഷും നീതുവുമാണെങ്കിൽ ഒരു ബീച്ചിലൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളവിടെ നിന്ന് ഹരീഷാണെങ്കിൽ നീതുവിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ നീതുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. ബീച്ചിലൊക്കെ പോയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നീതു എന്താ പറഞ്ഞേ എന്താ പറഞ്ഞേ ഒന്നും കൂടെ പറയാന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഹരീഷിനെ കൊണ്ട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെ ഹരീഷ് പറയുന്നുണ്ട് എന്തായാലും നീ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകണം. പോയിട്ട് നീ അവരുടെ അടുത്തൊക്കെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. അത് നിന്നെ ഇനി അവർ ഉപദ്രവിക്കാനൊക്കെ വന്നു കഴിഞ്ഞാൽ നീ പറഞ്ഞാൽ മതി, ഞാൻ പോലീസിന് കംപ്ലയിന്റ് കൊടുക്കുമെന്നൊക്കെ പറയാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മളെ ഹരീഷാണെങ്കിൽ നീതുവിനെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പറഞ്ഞു വിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ നമ്മളെ നിധി പറയുന്നുണ്ട് എന്താ നിങ്ങളൊക്കെ ഇപ്പം സുഭാഷ് ചേട്ടന് വേണ്ടി പെണ്ണ് നോക്കാത്ത എന്താ, ആദ്യം നിങ്ങൾക്കൊക്കെ ഭയങ്കര ഉത്സാഹമായിരുന്നല്ലോ, ഇപ്പൊ എന്താ നിങ്ങൾ ആരും പെണ്ണ് നോക്കാത്തെ, നമുക്ക് എന്തായാലും ഒരു ജോത്സ്യനെ വിളിച്ചിട്ട് നമുക്ക് എന്താന്ന് നോക്കാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ കിളിക്കൂടിലേക്ക് ഒരു ജോത്സ്യനെയൊക്കെ കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അയാളാണെങ്കിൽ നോക്കിയിട്ട് പറയുന്നുണ്ട് സുഭാഷ് ചേട്ടന് ഈ ജന്മത്തിൽ കല്യാണമൊന്നും നടക്കത്തില്ല, സോ ഈ ജാതകം ഉള്ള ആളുള്ള വീട്ടിൽ ഒരു പെണ്ണുങ്ങൾ പോലും വാഴത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മളെ സുഭാഷ് ചേട്ടനാണെങ്കിൽ ഭയങ്കര സങ്കടം വന്നിട്ട് ഭയങ്കര കരച്ചിലൊക്കെ കരയുന്നു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഷോക്ക് ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ സുഭാഷിനെ പോയിരുന്ന് കരയൊക്കെ ചെയ്യുക കേട്ടോ. അങ്ങനെ പിന്നാണെങ്കിൽ പിറ്റേ ദിവസം നമ്മളെ നിധിയാണെങ്കിൽ അവിടെയൊക്കെ നോക്കുന്ന സമയത്ത് നമ്മളെ സുഭാഷ് ചേട്ടനെ കാണത്തില്ല കേട്ടോ. അപ്പം നിധി വന്ന് പറയുന്നുണ്ട് ഇവിടെ സുഭാഷ് ചേട്ടനെ കാണുന്നില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് എല്ലാവരും കിടന്ന് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഭയങ്കര സങ്കട സുഖം. നമ്മളെ സുധീഷിനാണെങ്കിലും എല്ലാം ഭയങ്കര സങ്കടമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മളെ ഭാസ്കരൻ പറയുന്നുണ്ട് പോയി അനീഷിന്റെ വീട്ടിൽ പോയി നോക്കടാന്നൊക്കെ പറയുന്നുണ്ട്. അവന് നമ്മളെ സുധീഷാണെങ്കിൽ പോയി അനീഷിന്റെ വീട്ടിലൊക്കെ നോക്കുന്ന സമയത്ത് നമ്മളെ സുഭാഷിന് അവിടെ ഉണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ സുധീഷ് പറയുന്നത് എന്താ സുഭാഷ് ചേട്ടാ ഈ കാണിക്കുന്നത്, വീട് വിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്, ഇപ്പം സുഭാഷ് ചേട്ടൻ ഇരിക്കുന്ന കാരണം ഞങ്ങൾക്ക് ആർക്കും കല്യാണം നടന്നില്ലെങ്കിൽ നടക്കണ്ട, സുഭാഷ് ചേട്ടൻ ഞങ്ങളെക്കുറിച്ച് അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്, ഞങ്ങൾക്ക് ഈ ജന്മത്ത് ഞങ്ങൾക്ക് ആർക്കും സുഭാഷ് ചേട്ടൻ നിൽക്കുന്നത് കൊണ്ട് കല്യാണം നടന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും നടക്കണ്ട, സുഭാഷ് ചേട്ടൻ വാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സുധീഷാണെങ്കിൽ നമ്മളെ സുഭാഷ് ചേട്ടനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മളെ സുഭാഷ് ചേട്ടൻ തിരിച്ച് വീട്ടിലോട്ട് വരുന്ന സമയത്താണെങ്കിൽ പിന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രൊമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.